ഇന്ന് നമ്മൾ ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് സബ്ജക്റ്റിലെ MCQ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഒരു പകുതിയോളം MCQ പ്രാക്ടീസ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പൂർത്തിയാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് ആവശ്യമുള്ള എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതിൽ വരുന്നത്. ഒന്ന്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻ ആകാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രൈസ് ഡിസ്കവറി, അതും പ്രൈമറി മാർക്കറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻ തന്നെയാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ, ഷെയറുകൾ ഇഷ്യൂ ചെയ്തോട്ട് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഫോം ചെയ്യുക, ക്യാപിറ്റൽ സമാഹരിക്കുക എന്ന് പറയുന്നതും പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, നിലവിലുള്ള ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറുകൾ പിന്നീട് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് സെക്കൻഡറി മാർക്കറ്റ് വഴിയാണ് അല്ലേ. അപ്പോൾ അത് പ്രൈമറി മാർക്കറ്റിലെ ഒരു ഫംഗ്ഷൻ അല്ല. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. പ്രൈമറി മാർക്കറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പറയുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രൈമറി മാർക്കറ്റ് ഈസ്, പ്രൈമറി മാർക്കറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ഫെസിലിറ്റേറ്റിംഗ് ദ ഇഷ്യൂവൻസ് ഓഫ് ന്യൂ സെക്യൂരിറ്റീസ്. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന്, അതായത് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പ്രൈമറി മാർക്കറ്റ് വഴിയാണ് അല്ലേ. അപ്പോൾ ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിനെ പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുക. ദെൻ ദ പ്രൈമറി മാർക്കറ്റ് ഹെൽപ്സ് കമ്പനീസ് ബൈ, പ്രൈമറി മാർക്കറ്റ് എങ്ങനെയാണ് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നത്, റൈസിങ് ലോങ് ടൈം ഫണ്ട്സ്, അതായത് ഷെയർ ഡിബഞ്ചറൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ലോങ് ടൈം ക്യാപിറ്റലാണ് അതെല്ലാം അല്ലേ. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി, സമാഹരിക്കാൻ വേണ്ടി പ്രൈമറി മാർക്കറ്റ് കമ്പനീസിനെ സഹായിക്കുന്നു. ദെൻ വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് ദി ഫണ്ട്സ് റേസ്ഡ് ത്രൂ ദി പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് വഴി റേസ് ചെയ്യപ്പെടുന്ന, കളക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തുടങ്ങിയവയാണ് അല്ലേ. അതായത് ബിസിനസ്സിനെ നമ്മൾ പുതിയ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ആവശ്യമാണ്. ഒപ്പം തന്നെ അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മൾ ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടി, ലാൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി, ബിൽഡിംഗ് പണിയാൻ വേണ്ടി, അത്തരത്തിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയൊക്കെ നമുക്ക് വലിയ തുക ദീർഘകാലത്തൊക്കെ ആവശ്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പ്രൈമറി മാർക്കറ്റ് വഴി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ ഫോർമേഷനെ സഹായിക്കുന്നു, മൂലധന സമാഹരണത്തിന് സഹായിക്കുന്നു, കമ്പനിയുടെ സാമ്പത്തിക വളർച്ച അതുവഴി കമ്പനിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്നു. ദെൻ സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, പ്രൈമറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ന്യൂ ഇഷ്യൂസിനെയാണ്, പുതിയ സെക്യൂരിറ്റീസിനെയാണ്. സെക്കൻഡറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ട്രേഡിംഗ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെയാണ് അല്ലേ. നിലവിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് പിന്നീട് സെക്കൻഡറി മാർക്കറ്റ് വഴി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് അത് വിപണനം നടത്തപ്പെടുന്നത്. ദെൻ ഹൗ ഡസ് ദ പ്രൈമറി മാർക്കറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഇക്കണോമിക് ഗ്രോത്ത്. എങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റ് ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നത്, അതായത് ആളുകളുടെ കൈവശമുള്ള സേവിങ്സിനെ ചാനലൈസ് ചെയ്യുന്നു, വഴിതിരിച്ചു വിടുന്നു അല്ലേ. എങ്ങോട്ട്, ഷെയറുകൾ, ഡിബഞ്ചർ പോലുള്ള ഉൽപ്പാദനക്ഷമപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തരംതിരിച്ചു വിട്ടുകൊണ്ടല്ലേ. അപ്പോൾ അത് എക്കണോമിക് ഗ്രോത്തിന്, കമ്പനിയുടെ വളർച്ചയ്ക്കും മറ്റും അത് കാരണമാകും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റി നൽകുക, ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് പിന്നീട് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന എവിടെയാണ്, അത് സെക്കൻഡറി മാർക്കറ്റ് വഴിയാണ് അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. അപ്പോൾ അത് പ്രൈമറി മാർക്കറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല. ആൻഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ, IPO, അതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കണം, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് അല്ലേ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എവിടെയാണ് വരുന്നത്, പ്രൈമറി മാർക്കറ്റിലാണ് അല്ലേ. പ്രൈമറി മാർക്കറ്റിലാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വരിക. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വെച്ചാൽ ഒരു കമ്പനി അതിന് ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് അല്ലേ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുക. ആ കമ്പനി പിന്നീട് ചെയ്യുമ്പോൾ, പിന്നീട് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO എന്നൊക്കെ പറയും. ദെൻ വാട്ട് ഡസ് അണ്ടർറൈറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദി പ്രൈമറി മാർക്കറ്റ് എൻഷുവർ. പ്രൈമറി മാർക്കറ്റിലെ അണ്ടർറൈറ്റിംഗ് ഫംഗ്ഷൻ എന്താണ് സൂചിപ്പിക്കുക, ഫുൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ പൂർണ്ണമായിട്ടും ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ വാങ്ങിച്ചില്ല എങ്കിൽ, പബ്ലിക് വാങ്ങിച്ചില്ല എങ്കിൽ അണ്ടർറൈറ്റിംഗ് നടത്തുന്ന ആ കമ്പനി അത് ഏറ്റെടുക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ അണ്ടർറൈറ്റേഴ്സിനെ ഏർപ്പാടാക്കുന്നത്. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ പൂർണ്ണമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അണ്ടർറൈറ്റിംഗ് ഫംഗ്ഷൻ കമ്പനി ചെയ്യിക്കുന്നത്. ദ ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ പ്രൈമറി മാർക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ പ്രൈമറി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലെ പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി മാർക്കറ്റ് അല്ലേ, രണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ ഏതാണ്, SEBI ആണല്ലേ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്.
ഇൻ്റർമീഡിയറീസ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി റോൾ ഓഫ് ഇൻ്റർമീഡിയറീസ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്? ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ടു ഫെസിലിറ്റേറ്റ് ദ ഇഷ്യൂവൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂ സെക്യൂരിറ്റീസ്. അതായത് കമ്പനി പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, അത് സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറി ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്? ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഇടനിലക്കാർ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ മെർച്ചൻ്റ് ബാങ്കേഴ്സ് ഉണ്ട്, അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇടനിലക്കാരല്ലാത്ത അല്ലേ, ഇൻ്റർമീഡിയറി. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ അവർ ഇൻ്റർമീഡിയറീസ് അല്ല അല്ലേ, അവർ ദേ ആർ ദി എൻഡ് യൂസേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റീസ്. ആ സെക്യൂരിറ്റീസ് വാങ്ങുന്ന ആളുകൾ അവരാണല്ലേ. അതായത് സെക്യൂരിറ്റീസുകൾ വിൽപ്പനയും വാങ്ങലും അല്ലേ, വിൽപ്പനയും വാങ്ങലും അതിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ മിഡിൽമെൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ അവർ അതിലെ പാർട്ടിസിപ്പൻസ് ആണ്, അല്ലെങ്കിൽ അവർ ആ ഒരു ഷെയറുകൾ വാങ്ങുന്ന ആളുകളാണ് അല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ടിപ്പിക്കലി റെസ്പോൺസിബിൾ ഫോർ അണ്ടർറൈറ്റിംഗ് ന്യൂ ഇഷ്യൂസ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്? അപ്പോൾ ഇവിടെ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഷെയറിൻ്റെ ന്യൂ ഇഷ്യൂ ചെയ്യുമ്പോൾ അണ്ടർറൈറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷെയർ അണ്ടർറൈറ്റ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അണ്ടർറൈറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഷെയറുകൾ പബ്ലിക് പൂർണ്ണമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ബാക്കി വിൽക്കാതെ അവശേഷിക്കുന്ന ഷെയറുകൾ ഞങ്ങൾ വാങ്ങുമെന്നുള്ള ഉറപ്പോടുകൂടി ഷെയറുകൾ അണ്ടർറൈറ്റ് ചെയ്യുന്ന ആളുകളാണ് അണ്ടർറൈറ്റേഴ്സ് എന്നറിയപ്പെടുന്നത് അല്ലേ. ദെൻ വാട്ട് റോൾ ഡസ് എ രജിസ്ട്രാർ പ്ലേ ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്? ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഒരു രജിസ്ട്രാറുടെ റോൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രജിസ്ട്രാറുടെ ഡ്യൂട്ടിയാണ്. വിച്ച് ഇൻ്റർമീഡിയറി ഈസ് റെസ്പോൺസിബിൾ ഫോർ അസിസ്റ്റിംഗ് കമ്പനീസ് ഇൻ കംപ്ലൈൻ വിത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഡ്യൂറിങ് ആൻ IPO? ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് കമ്പനി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനെ സഹായിക്കുന്നത് ആരാണ്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആണ് അല്ലേ. കമ്പനി ഏർപ്പാടാക്കുന്ന മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആണ്. അടുത്ത സെക്ഷൻ ബിയിലേക്ക് നോക്കുന്നു. അണ്ടർറൈറ്റേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദി പ്രൈസിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ. അപ്പോൾ ന്യൂ ഇഷ്യൂവിൽ ഒരു പ്രധാനപ്പെട്ട റോള്, പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോള് അണ്ടർറൈറ്റേഴ്സ് വഹിക്കുന്നുണ്ട് അല്ലേ. ദേ ഹാവ് ഡീപ്പ് മാർക്കറ്റ് നോളജ് ആൻഡ് ക്യാൻ അസസ് ദ ഫെയർ വാല്യൂ ഓഫ് ദി സെക്യൂരിറ്റീസ്. അവർക്ക് ഷെയറിൻ്റെ ഫെയർ വാല്യൂ, ഷെയറിന് എത്രയായിരിക്കും വില തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് അസസ് ചെയ്യാനും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടല്ലേ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത് നോക്കുക. മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി എൻറ്റയർ IPO പ്രോസസ്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൻ്റെ എല്ലാ പ്രോസസ്സിലും അവർ റെസ്പോൺസിബിൾ ആണല്ലേ. അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അത് ഷെയറുകൾ ആളുകൾ വാങ്ങുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട അവരുടെ ഡ്യൂട്ടിയാണ്. ദ ആക്ട് ഓഫ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ദി ഇഷ്യൂവർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. കമ്പനിയും ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ്, മിഡിൽമെനാണ് മെർച്ചൻ്റ് ബാങ്കർ അല്ലേ. ശരിയാണ്. ദെൻ ഡിപ്പോസിറ്ററീസ് ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഫിസിക്കൽ ഫോം. ഡിപ്പോസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകൾ അത് ഡിമാറ്റ് രൂപത്തിൽ അല്ലേ, അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ സെക്യൂരിറ്റീസ് അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഡിപ്പോസിറ്ററി, നോട്ട് ഇൻ ഫിസിക്കൽ ഫോം അല്ലേ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദ എൻഷുർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റർ ഹോൾഡിങ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറുകൾ സേഫായിട്ടും സെക്യൂറായിട്ടും സൂക്ഷിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുന്ന അവരുടെ ഡ്യൂട്ടിയാണല്ലേ. അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് A ഈസ് ഫോൾസ് ബട്ട് R ഈസ് ട്രൂ. A തെറ്റാണ്, R ശരിയാണെന്നുള്ള ഇവിടെ ആൻസർ വരുന്നു. ദെൻ രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഷെയർ ഹോൾഡേഴ്സ് റെക്കോർഡ്. നമ്മൾ ആദ്യം കണ്ടതാണ് ഷെയർ ഹോൾഡേഴ്സ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ദേ ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് ഡിവിഡൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നതെല്ലാം അല്ലേ. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും ശരിയാണല്ലേ. ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ ആർ ഇൻവോൾവ്ഡ് ഇൻ ദി കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് പേയ്മെൻറ്റ്. ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ അല്ലേ. അതായത് നമ്മൾ അതിനുവേണ്ടി ഏർപ്പാടാക്കുന്ന ബാങ്കിൻ്റെ ഉത്തരവാദിത്തമാണ്. ദ ആക്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ദി ഇഷ്യൂ പ്രൊസീഡ്സ്. ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ ആ രേഖകളൊക്കെ അവർ സൂക്ഷിക്കുന്നു അല്ലേ, കസ്റ്റോഡിയനായിട്ടും വർക്ക് ചെയ്യുന്നു. ശരിയാണ്. ദെൻ മാച്ച് ദ ഫോളോവിങ് ഐറ്റംസ് ആണല്ലേ. രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പോസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാറ്റ് അല്ലേ. ഡിപ്പോസിറ്ററിയിലാണ് ഡിമാറ്റ് രൂപത്തിൽ ഷെയറുകൾ കീപ്പ് ചെയ്യുന്നത് അല്ലേ. ദെൻ മെർച്ചൻ്റ് ബാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെർച്ചൻ്റ് ബാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർ ടു ദി ഇഷ്യൂ തന്നെയാണ് മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്നത് അല്ലേ. മാനേജർ ടു ദി ഇഷ്യൂ ആണ്. സിൻഡിക്കേറ്റ് മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് റണ്ണർ അല്ലേ. ബുക്ക് റണ്ണിങ് അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന മെമ്പറാണ് ബുക്ക് റണ്ണർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്നറിയപ്പെടുന്നത്. SSB എന്ന് വെച്ചാൽ സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ് ആണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് എവിടെയാണ് വരുന്നത്? ആസ്ബ ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അതായത് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്.
ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഷെയർ വാങ്ങിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കമ്പനി ആ ഷെയറുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ബാങ്ക് കമ്പനിക്ക് കൈമാറും. ഇനി നമുക്ക് ഷെയർ ലഭിച്ചില്ല എങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഷെയർ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം മുതൽ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് വരെ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തിയുടെ ഷെയർ മേലുള്ള ക്യാഷ്, ആപ്ലിക്കേഷൻ മണിയും മറ്റു എമൗണ്ടും ഒരു ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറയുക. അപ്പോൾ ആ രീതിയിലാണ് ഷെയർ ഇഷ്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അതിനെ സഹായിക്കുന്ന ബാങ്കാണ് സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്. RBI അപ്രൂവ് ചെയ്ത ഈ ബാങ്കുകളാണ് നമ്മൾ SCSB എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൻസറായിട്ട് വരും. ഇനി പബ്ലിക് ഇഷ്യൂ ആണ് അടുത്ത ടോപ്പിക്ക്. വാട്ട് ഈസ് പബ്ലിക് ഇഷ്യൂ? പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻ ഓഫറിംഗ് ഓഫ് ഷെയർസ് ടു ദി ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ഓഫർ ചെയ്യുന്നതിനാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ദി ഇഷ്യൂ പ്രൈസ് ഇൻ എ പബ്ലിക് ഇഷ്യൂ? പബ്ലിക് ഇഷ്യൂവിൽ ഇഷ്യൂ പ്രൈസ് എന്താണ് പറയുന്നത്? ദ ഇഷ്യൂ പ്രൈസ് ബാൻ സെറ്റ് ബൈ ദ കമ്പനി ടു സെൽ ഇറ്റ് ഷെയർസ് ടു ദ പബ്ലിക്. അതായത് പബ്ലിക്കിന് എത്ര രൂപയ്ക്കാണോ ഈ ഷെയർ വിൽക്കുന്നത് എന്ന് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്, ആ ഒരു വിലയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റൈറ്റ് ഇഷ്യൂ? റൈറ്റ് ഇഷ്യൂ എന്താണ്? ബോണസ് ഇഷ്യൂ എന്താണ്? അത് കൃത്യമായിട്ട് തെറ്റാതെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. റൈറ്റ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഓഫർ ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു പർച്ചേസ് അഡീഷണൽ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. അപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അഡീഷണലായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ വാങ്ങാനുള്ള അവകാശം അവർക്കുണ്ടായിരിക്കും. അതായത് ആദ്യത്തെ അവകാശം അവർക്കായിരിക്കും. ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അഡീഷണൽ ഷെയർ കൊടുക്കുമ്പോൾ, അതായത് ഡിസ്കൗണ്ടിലാണ്, കുറഞ്ഞ വിലയ്ക്കാണ് അവർക്ക് നൽകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റൈറ്റ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കേണ്ടത്, അത് കൊടുക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അത് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും, വിപണി വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും കൊടുക്കുക. ഇനി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇഫ് ഡിസ്ക്രൈബ്സ് എ ബോണസ് ഇഷ്യൂ? ബോണസ് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊവൈഡിങ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ആണെങ്കിലും ബോണസ് ഇഷ്യൂ ആണെങ്കിലും നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ ബോണസ് ഇഷ്യൂവിൻ്റെ കേസിൽ വിത്ത് അഡീഷണൽ ഷെയർസ് ഫോർ ഫ്രീ അല്ലേ. ഇവിടെയും അഡീഷണൽ ഷെയർ, അതായത് കൂടുതലായിട്ട് ഷെയറുകൾ നൽകുകയാണ്, പക്ഷേ ഇത് ഫ്രീ ആയിട്ടായിരിക്കും നൽകുന്നത് അല്ലേ. അപ്പോൾ ബോണസ് ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, അതായത് വിതൗട്ട് എനി കോസ്റ്റ് അല്ലേ. എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ്. പക്ഷേ റൈറ്റ് ഇഷ്യൂവിൽ എന്താണ്? അഡീഷണൽ ഷെയറിന് കുറഞ്ഞ വിലയാണെങ്കിലും എമൗണ്ട് കൊടുക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് ഇവിടെ കമ്പനിക്ക് റൈറ്റ് ഇഷ്യൂവിൽ എമൗണ്ട് ലഭിക്കുന്നുണ്ട്, ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക് ഇഷ്യൂവിലേക്ക് പോകാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന്, കമ്പനി താല്പര്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ദി കണ്ടക്സ്റ്റ് ഓഫ് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് IPO ആയിട്ട് ബന്ധപ്പെട്ട് വാട്ട് ഡസ് ദ ടൈം FPO സ്റ്റാൻഡ് ഫോർ? FPO എന്താണ് സൂചിക്കുന്നത് അല്ലേ? IPO എന്ന് വെച്ചാൽ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. FPO എന്ന് വെച്ചാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ആണ് അല്ലേ. ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്ങിനെ പറയുന്ന മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്. അതിന് സീസൺഡ് ഓഫർ എന്നും ഒപ്പം തന്നെ സബ്സീക്വൻറ്റ് പബ്ലിക് ഓഫർ എന്നും പറയാറുണ്ട്. അതായത് കമ്പനി അതിൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെയാണ് IPO എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ പിന്നീട് കമ്പനി രണ്ടാമത്തെ ഇഷ്യൂമായിട്ട് വരികയാണെങ്കിലോ അതിനെ നമ്മൾ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയും. അപ്പോൾ അതാണ് FPO എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഡിസ്റ്റിങ്വിഷ് എ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഫ്രം ദി എനി അതർ ടൈപ്പ് ഓഫ് ഷെയർ ഓഫറിങ്സ്? നമുക്ക് പ്രിഫറൻഷ്യൽ ഇഷ്യൂ മറ്റ് ഷെയർ ഓഫറിങ്ങിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലോസ് കമ്പനീസ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ടു സ്പെസിഫിക് ഇൻവെസ്റ്റേഴ്സ്. കമ്പനി തീരുമാനിക്കുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് നിശ്ചിത വിലയ്ക്ക് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. അത് ഷെയർ വാങ്ങാനുള്ള ആ ഒരു അവകാശം, അതിനുള്ള പ്രിഫറൻസ് ഈ സ്പെസിഫിക് ഇൻവെസ്റ്റേഴ്സിന് കമ്പനി നൽകുകയാണല്ലേ. ദെൻ വാട്ട് ഈസ് എ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്? ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് അഥവാ QIP എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എ മെത്തേഡ് ടു റൈസ് ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് കുറേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കമ്പനിയുടെ ഷെയറുകളൊക്കെ വാങ്ങുന്ന. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഷെയറുകൾ നൽകുമ്പോൾ അതിനെയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ എബൌട്ട് ആൻ ഓഫർ ഫോർ സെയിൽ? OFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് അലൗസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സെൽ ദെയർ ഷെയർസ് ഡയറക്ട്ലി ടു ദ പബ്ലിക്. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള വലിയ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ പ്രൊമോട്ടേഴ്സിനോ പ്രൊമോട്ടേഴ്സിനും ഷെയറുകൾ ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഷെയർ ചെയ്യാനുള്ള ആ ഒരു
അവകാശമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് അവരുടെ കൈവശം ഇരിക്കുന്ന ഷെയറുകൾ വളരെ എളുപ്പത്തിൽ പബ്ലിക്കിന് വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കും. പബ്ലിക്കിന് ഓഫർ ചെയ്യുകയാണ് ഇന്ന വിലയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനും അത് ചെയ്യാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ദി കോമൺ ഫീച്ചർ ഓഫ് ബോത്ത് IPO ആൻഡ് FPO? IPOയുടെയും IPOയുടെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദേ ബോത്ത് ഇൻവോൾവ് ദ സെയിൽ ഓഫ് ഷെയർസ് ടു ദ പബ്ലിക്. രണ്ട് കേസിലാണെങ്കിലും പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. IPO ആണെങ്കിൽ കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. FPO ആകുമ്പോൾ കമ്പനി രണ്ടാമതോ മൂന്നാമതോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. രണ്ട് തന്നെയാണെങ്കിലും പബ്ലിക്കിനാണ് അവർ ഷെയർ ഓഫർ ചെയ്യുന്നത്. ദെൻ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് വാട്ട് ഹാപ്പൻസ് ഇഫ് ദി പബ്ലിക് ഇഷ്യൂ ഈസ് ഓവർ സബ്സ്ക്രൈബ്ഡ്. പബ്ലിക് ഇഷ്യൂ ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1000 ഷെയറുകൾ ഇഷ്യൂ നടത്തി 1500 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ ഷെയറിൻ്റെ ഡിമാൻഡ് വരുമ്പോൾ ആളുകൾ അത് വാങ്ങാൻ തയ്യാറാകുമ്പോൾ അതിനെ ഓവർ സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. നേരെ തിരിച്ച് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 1000 ഷെയറാണ്, നമുക്ക് ആപ്ലിക്കേഷൻ 500 ഷെയറിന് വരുന്നുള്ളെങ്കിൽ കുറവാണ് വരുന്നതെങ്കിൽ അതിനെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നും പറയും. ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ നടത്തുകയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഷെയർസ് ആർ അലോക്കേറ്റഡ് ഓൺ എ പ്രോറാറ്റ ബേസിസ്. പ്രോറാറ്റ ബേസിസിൽ നമ്മൾ ഷെയർ അലോട്ട് ചെയ്യും. അതായത് 1000 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, 1500 ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ നമ്മളൊരു റേഷ്യോ കണ്ടെത്തും. അപ്പോൾ 1000 ഷെയർ ഇഷ്യൂ ചെയ്തു, ഇപ്പോൾ 2000 ആപ്ലിക്കേഷൻ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 ഷെയർ എന്ന രീതിയിൽ അല്ലേ. അപ്പോൾ ആ രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 1000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കിട്ടുക ലഭിക്കുക അല്ലേ. അപ്പോൾ അതിനാണ് പ്രോറാറ്റ ബേസിസ് എന്ന് പറയുന്നത്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടെന്ന് പറയുന്നത്. ദെൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സെനാരിയോ മൈറ്റ് എ കമ്പനി പ്രിഫർ റൈറ്റ് ഇഷ്യൂ ഓവർ ആൻ IPO? അപ്പോൾ IPOയ്ക്ക് പകരമായിട്ട് റൈറ്റ് ഇഷ്യൂ കമ്പനി പ്രിഫർ ചെയ്യുന്നത് ഏത് സെനാരിയോയിലാണ്, ഏത് സാഹചര്യത്തിലാണ്? വെൻ ദേ സീക്ക് ടു റൈസ് ക്യാപിറ്റൽ ഫ്രം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാം എന്ന് കമ്പനി ആഗ്രഹിക്കുമ്പോഴാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഇഷ്യൂ ടിപ്പിക്കലി ഹാസ് ദി ലീസ്റ്റ് റെഗുലേറ്ററി ബർഡൻ? നമ്മൾ ഏത് ടൈപ്പ് ഇഷ്യൂ നടത്തുമ്പോഴാണ് നിയമപരമായിട്ടുള്ള ബാധ്യതകൾ കുറവായിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടാത്ത ഏത് സന്ദർഭത്തിലാണ്? അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്യൂ ഏത് കേസിലാണെന്നുള്ളതാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്, അവിടെ നിയമപരമായിട്ടുള്ള ബേർഡൻ വളരെ കുറവാണ്. അതായത് നമ്മളൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കേസിലും IPO ആണെങ്കിലും FPO ആണെങ്കിലും പ്രോസ്പെക്ടസ് തുടങ്ങിയ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുകയും അണ്ടർ റൈറ്റേഴ്സിന് ഏർപ്പാടാക്കിയും പല കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ബേർഡൻ ഇവിടെ കുറവാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലാണ് അത്തരത്തിലുള്ള ഈ റെഗുലേറ്ററി ബേർഡൻ ലീസ്റ്റ് ആയിരിക്കുന്നത്, ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഡിസ്റ്റിങ്വിഷ് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ? IPO എന്ന് ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO എന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? IPO ഈസ് ഫോർ അൺലിസ്റ്റഡ് കമ്പനീസ് വൈൽ FPO ഈസ് ഫോർ ലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അത് നമ്മൾ IPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ എന്നാന്ന് പറഞ്ഞു, രണ്ടാമത് മൂന്നാമതായിട്ട് പിന്നീട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ FPO എന്ന് പറയും കഴിഞ്ഞാൽ അതൊരു വ്യത്യാസമാണ്. ഇനി ഇതൊരു വ്യത്യാസമാണ്. അതായത് IPO എന്ന് വെച്ചാൽ അൺലിസ്റ്റഡ് കമ്പനീസ്, ആദ്യമായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് അൺലിസ്റ്റഡ് കമ്പനി ആയിരിക്കും, ഇതുവരെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ പിന്നീട് രണ്ടാമതും മൂന്നാമതും ചെയ്യുമ്പോൾ അത് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് FPO എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസിന് വേണ്ടിയുള്ളതാണ്. അടുത്തൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് നോക്കുക. FPO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ലിസ്റ്റഡ് കമ്പനിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞോളൂ അല്ലേ. ലിസ്റ്റഡ് കമ്പനീസിന് വേണ്ടിയുള്ളതാണ്. IPO എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് കമ്പനീസിന് വേണ്ടിയുള്ളതാണ്. ബോണസ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണല്ലേ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയറുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുമ്പോൾ അതിനാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. റൈറ്റ് ഷെയർ എന്ന് പറയുന്ന റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ്, അതായത് റൈറ്റ് ഷെയർ വരെ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ഷെയർ വാങ്ങാനുള്ള നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശത്തെയാണ് നമ്മൾ റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് അഥവാ RE എന്ന് പറയുന്നത്. അതിൻ്റെ പ്രീഎംറ്റീവ് റൈറ്റ് എന്നും പറയും കേട്ടോ. ഈ ഒരു പേരോട് ഓർത്തിരിക്കുക. റൈറ്റ് ഷെയർ വാങ്ങാനുള്ള നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശത്തെ, സ്പെഷ്യൽ അവകാശത്തെ പ്രീഎംറ്റീവ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് എന്നും പറയുന്നു. ദെൻ എ റൈറ്റ്സ് ഇഷ്യൂ ഇസ് എ ടൈപ്പ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഒരു പബ്ലിക് ഇഷ്യൂവിൻ്റെ ഒരു മാർഗ്ഗമാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്, ശരിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഓഫറിംഗ് ന്യൂ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്സ്. നിലവിൽ അവർ കൈവശം വരിക്കുന്ന ഷെയർ എത്രയാണോ അതിൻ്റെ പ്രപ്പോർഷനേറ്റായിട്ട് പുതിയ ഷെയറുകൾ വാങ്ങാനുള്ള അവരുടെ അവകാശമാണ് ഈ റൈറ്റ് ഇഷ്യൂ വഴി കിട്ടുന്നത് അല്ലേ. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ അല്ലേ. ദെൻ ബോണസ് ഇഷ്യൂ ഇൻവോൾവ് ഗിവിംഗ് ഫ്രീ അഡീഷണൽ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് അഡീഷണൽ ഷെയറുകൾ നൽകുന്നത് ബോണസ് ഇഷ്യൂ, ശരിയാണ്. ബോണസ് ഇഷ്യൂ ആർ എ മെത്തേഡ് ടു ഇൻക്രീസ് ദ കമ്പനീസ് ക്യാഷ് റിസർവ്. കമ്പനിയുടെ ക്യാഷ് റിസർവ് ഇൻക്രീസ് ചെയ്യുന്നതിന് ബോണസ് ഇഷ്യൂ സഹായിക്കുന്നുള്ളത്. കമ്പനിയുടെ ക്യാഷ് റിസർവ് ഇൻക്രീസ് ചെയ്യുന്നതിന് ബോണസ് ഇഷ്യൂ സഹായിക്കുന്നില്ല, കാരണം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്യാഷ് ഫ്ലോ വരുന്നില്ല, ക്യാഷിൻ്റെ ഇൻഫ്ലോ വരുന്നില്ല.
ക്യാഷ് റിസർവ് കൂടുന്നില്ല. അപ്പോൾ അത് തെറ്റായിട്ട് കാര്യമാണ് അല്ലേ. പേ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ബോണസ് ഇഷ്യൂ നടത്തുന്നത് ഫ്രീ റിസർവിൽ നിന്നാണ്. അതായത് ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, CRR അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അതിൽ എമൗണ്ട് നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താം. ബോണസ് ഇഷ്യൂ നടത്തുന്നത് ഏതൊക്കെ എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഫ്രീ റിസർവുകൾ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്യാപിറ്റലൈസ് എന്ന് വെച്ചാൽ ഫ്രീ റിസർവ്, ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ട് പകരം എന്ത് കിട്ടും? ഷെയർ ക്യാപിറ്റലായിട്ട് മാറും അല്ലേ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്യാഷ് റിസർവിന്, നിലവിലുള്ള ക്യാഷ് റിസർവിന് ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇൻവോൾവ് സെല്ലിംഗ് സെക്യൂരിറ്റി ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുന്നതിന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ശരിയാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റിക്വയർ എക്സ്റ്റെൻസീവ് പബ്ലിക് ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നമ്മൾ കുറച്ചും പറഞ്ഞു റെഗുലേറ്ററി ബേർഡൻ ലീസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ അതിൻ്റെ പബ്ലിക് ഡിസ്ക്ലോഷർ അതൊന്നും എക്സ്റ്റെൻസീവായിട്ട് വ്യാപകമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണല്ലേ, ആവശ്യമില്ല എന്നുള്ളതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്ന് പറയാം. പിന്നെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO ഈസ് ആൻ ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ് ആഫ്റ്റർ എ കമ്പനീസ് IPO നടത്തിയതിന് ശേഷമാണ് നമ്മൾ FPO നടത്തുക അല്ലേ. ഒരിക്കലും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ FPO എന്ന് പറയുന്നത്. ശരിയാണ്. FPOs ആർ ഇഷ്യൂഡ് അറ്റ് എ ഹയർ പ്രൈസ് ദാൻ IPOs ടു മാക്സിമൈസ് ക്യാപിറ്റൽ റൈസ്ഡ്. നമ്മൾ FPO എന്ന് പറഞ്ഞത് IPOനേക്കാൾ ഉയർന്ന വിലയ്ക്കായിരിക്കും FPO നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തെറ്റായിട്ടുള്ള കാര്യമാണല്ലേ. കാരണം അത് ഒരിക്കൽ നമ്മൾ IPO നടത്തി അതിനുശേഷം പിന്നീട് ഫോളോ ഓൺ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ അതിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണം നിർബന്ധമില്ല. അത് നിലവിലുള്ള മാർക്കറ്റിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും തീരുമാനിക്കുന്നത് അല്ലേ. ഒരുപക്ഷെ നമ്മൾ ഡിസ്കൗണ്ടിൽ വരെ ഇഷ്യൂ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ 9B എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് C ആണ് ആൻസറായിട്ട് വരുന്നത്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി പ്രൈസിംഗ് ഓഫ് ഇഷ്യൂ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് ഇൻ ദി കണ്ടസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ? ഒരു പുതിയ ഇഷ്യൂ നടത്തുമ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടു ഗേജ് ഇൻവെസ്റ്റർ ഡിമാൻഡ് ആൻഡ് സെറ്റ് ദ ഫൈനൽ ഇഷ്യൂ പ്രൈസ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് കൂട്ടുക, ഒപ്പം തന്നെ ഫൈനൽ ഇഷ്യൂ പ്രൈസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, സെറ്റ് ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. അതായത് ന്യൂ ഇഷ്യൂ, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ പ്രൈസ് വില എത്രയാണെന്ന് നിശ്ചയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും. ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക, അതും ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ലക്ഷ്യമാണ്. ഇനി ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ, ഹൗ ഈസ് ദി പ്രൈസ് ഡിറ്റർമൈൻഡ്? ഇനി ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് ഷെയറിൻ്റെ പ്രൈസ് വേണ്ടിയുള്ളത് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണ്. അതായത് കമ്പനി തന്നെ തീരുമാനിക്കുകയാണ് ആ ഷെയറിൻ്റെ വില എത്രയാണെന്നുള്ളത്. അപ്പോൾ അവിടെ പ്രൈസ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? സെറ്റ് ബൈ ദ കമ്പനി പ്രയർ ടു ദി ഇഷ്യൂവൻസ് അല്ലേ. അത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനി തീരുമാനിക്കും ഇതാണ് കമ്പനിയുടെ ഷെയർ, ഇത്രയും കമ്പനിയുടെ ഷെയറിൻ്റെ വില, ഈ വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്നുള്ളത് അല്ലേ. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ അങ്ങനെയല്ല. കമ്പനി ഒരു പ്രൈസ് ബാൻഡ് പറയും. പ്രൈസ് ബാൻഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 50 രൂപ തൊട്ട് ഒരു 300 രൂപ എന്നുള്ളതായിരിക്കും. അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപ തൊട്ട് 300 രൂപയുള്ള ഏത് വിലയും ആളുകൾ കോട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ കമ്പനിയുടെ ഷെയറിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആളുകൾ ഉയർന്ന വില കോട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവറേജ് പ്രൈസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വിലയ്ക്ക് കമ്പനിക്ക് ഷെയർ ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ ഇഷ്യൂ ഒരു സക്സസ് ആയിരിക്കും. അപ്പോൾ ആളുകൾ അത് ഷെയറിൻ്റെ വാങ്ങുമെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബുക്ക് ബിൽഡിംഗ് പ്രോസസ്? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ബിഡ്സ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ഷെയർസ് ദേ വാണ്ട് ആൻഡ് അറ്റ് വാട്ട് പ്രൈസ്. അപ്പോൾ ഇവിടെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ് ദേ സബ്മിറ്റ് ബിഡ്സ്. അവർ എത്ര രൂപയ്ക്ക് ഈ ഷെയർ വാങ്ങാൻ വേണ്ടി സാധിക്കും, എത്ര എണ്ണം വാങ്ങാൻ വേണ്ടി സാധിക്കും, ഹൗ മെനി ഷെയർസ് ആൻഡ് ഓൺ വാട്ട് പ്രൈസ്, എത്ര രൂപയ്ക്ക് അവർ വാങ്ങാൻ വേണ്ടി റെഡിയാണെന്നുള്ളത് ബിഡിലൂടെ, അതായത് ലേലം ചെയ്യുന്ന പോലെ തന്നെ അതിലൂടെ അവർ കമ്പനി അറിയിക്കുകയാണല്ലേ. അത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ നടക്കുന്ന കാര്യമാണ്. വിച്ച് മെത്തേഡ് ഓഫേഴ്സ് മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൈസിങ് എ ന്യൂ ഇഷ്യൂ? ഒരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളായ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡാണല്ലേ. അതായത് ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ താല്പര്യം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ്. ഇൻ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ബിഡ്സ് ഇൻഡിക്കേറ്റിംഗ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ബിഡ് നൽകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ദ നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയറുകൾ അവർ വാങ്ങും, എത്ര രൂപയ്ക്കാണ് ഈ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി റെഡിയാവുന്നത്, ഈ കാര്യമാണ് ആ ബിഡിൽ പറയുക. ദെൻ സെക്ഷൻ ബി, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫിക്സഡ് പ്രൈസ് ഓഫറിംഗ് കമ്പയർഡ് ടു ബുക്ക് ബിൽഡിംഗ്? ബുക്ക് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫിക്സഡ് പ്രൈസ് ഓഫറിങ്സിൻ്റെ
ഒരു പൊട്ടൻഷ്യൽ ഡിസഡ്വാൻറ്റേജ്, ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മേ ലീഡ് ടു അണ്ടർ പ്രൈസിങ് ഓഫ് ഷെയർസ്. അതായത് നമ്മൾ ഫിക്സഡ് പ്രൈസ്, കമ്പനി തന്നെ ആ ഷെയറിൻ്റെ വില നിശ്ചയിക്കുകയാണെങ്കിൽ, കമ്പനി ഒരു ഷെയറിൻ്റെ വില 200 രൂപ നിശ്ചയിച്ചെന്ന് വിചാരിക്കുക. അത് നല്ല ആളുകൾക്ക് നല്ല ഡിമാൻഡാണ്. ഈ ഷെയർ വാങ്ങാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ 300 രൂപയ്ക്കും 400 രൂപയ്ക്കും ആ ഷെയർ വാങ്ങാൻ റെഡിയായിരുന്നു. പക്ഷേ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളിത് വില നിശ്ചയിച്ച് പോയി, 200 രൂപ നിശ്ചയിച്ച് പോയി അല്ലേ. അപ്പോൾ അണ്ടർ പ്രൈസിങ്, യഥാർത്ഥ വിലയേക്കാളും കുറഞ്ഞ വില നിശ്ചയിക്കാനുള്ള സാധ്യത എവിടെയുണ്ട്? ഫിക്സഡ് പ്രൈസിങ് മെത്തേഡിലുണ്ട്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ അതില്ല അല്ലേ. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ഒരു പ്രൈസ് ബാൻഡ് പറയും, 50 to 300 അല്ലെങ്കിൽ 500 to 1000 ഒക്കെ ഒരു പ്രൈസ് ബാൻഡ് പറയും. അതിനുള്ളിൽ ആളുകൾ എത്ര രൂപയ്ക്കാണ് ഷെയറുകൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ കോട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പനിയുടെ ഷെയറിൻ്റെ വില കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇൻ വിച്ച് സെനാരിയോ വുഡ് എ കമ്പനി മോസ്റ്റ് ലൈക്ലി ചൂസ് എ ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ഓവർ ബുക്ക് ബിൽഡിംഗ്? അപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രൈസിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാതെ ഒരു ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ഏത് സാഹചര്യത്തിലായിരിക്കും കമ്പനി തയ്യാറാവുക? വെൻ ദ കമ്പനി ഹാസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആൻഡ് പ്രഡിക്റ്റബിൾ ഡിമാൻഡ്. കമ്പനിക്ക് സ്വന്തം ഷെയറിൻ്റെ വിലയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. കമ്പനിയുടെ ഷെയറിൻ്റെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിമാൻഡ് പ്രഡിക്റ്റബിളാണ്. കമ്പനി അത് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രം കമ്പനി ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഫിക്സഡ് പ്രൈസ് മെത്തേഡ് അല്ലേ. ദ ടിപ്പിക്കൽ ഡ്യൂറേഷൻ ഓഫ് ദി ബിഡിംഗ് പീരീഡ് ഇൻ എ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ആ ഒരു ബിഡിംഗ് പീരീഡ്, അതായത് ബിഡ് ഓപ്പൺ ആയിരിക്കുന്നത് സാധാരണ 3 to 7 days വരെയാണ്. അതായത് കമ്പനി ഒരു പ്രൈസ് ബാൻഡ് കൊടുക്കും, അത് വെച്ചുകൊണ്ട് ആളുകൾക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിഡ് ചെയ്യാൻ വേണ്ടി നിശ്ചിത ദിവസങ്ങൾ കമ്പനി അനുവദിക്കണമല്ലോ. ആ ഒരു ദിവസങ്ങൾ, അതായത് 3 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ആളുകൾ അതിൽ അപ്ലൈ ചെയ്യണം അല്ലേ. ദെൻ അസേർഷൻ നോക്കുക. ദ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഇൻവോൾവ്സ് കളക്ടിംഗ് ബിഡ്സ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ന്യൂ ഇഷ്യൂ. ഷെയറിൻ്റെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടി ബിഡുകൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് നടക്കുന്നത്. ശരിയാണ്. ബുക്ക് ബിൽഡിംഗ് അലൗസ് ഇഷ്യൂസ് ടു ഗേജ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സെറ്റ് എ പ്രൈസ് ദാറ്റ് റിഫ്ലെക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഷെയറിന് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഷെയറിൻ്റെ വില നിശ്ചയിക്കാനൊക്കെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് സഹായിക്കുന്നു അല്ലേ. അപ്പോൾ രണ്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂസ് ആർ ടിപ്പിക്കലി മോർ ടൈം കൺസ്യൂമിങ്. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ കൂടുതൽ സമയമെടുക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ബുക്ക് ബിൽഡിങ്ങിലാണ് കൂടുതൽ സമയമെടുക്കുന്നത് അല്ലേ. അതിനുവേണ്ടി നമുക്ക് നിശ്ചിത പീരീഡൊക്കെ നിശ്ചിത കാലത്തേക്ക് ബിഡ് ഓപ്പൺ ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടുതൽ സമയമെടുക്കുന്നത് ഫിക്സഡ് പ്രൈസ് മെത്തേഡിൽ അല്ല, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലാണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഏസ് ഫോൾസ്. ഇനി ഫിക്സഡ് പ്രൈസ് ഇഷ്യൂസ് റിക്വയർ എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് ടു എൻഷുർ ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ ഷെയറിൻ്റെ ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് ധാരാളം അഡ്വർടൈസ്മെൻറ്റും മറ്റും കൊടുക്കണം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി കൂടുതൽ പണിയെടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി ഹൗ ടു അപ്ലൈ ഫോർ എ പബ്ലിക് ഇഷ്യൂ, അതുമായി ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ, വിച്ച് ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി റെഡ് കെയർഫുള്ളി ബിഫോർ അപ്ലൈയിങ് ഫോർ എ പബ്ലിക് ഇഷ്യൂ. ഒരു പബ്ലിക് ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് ആളുകൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റാണ് ആളുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടത്? കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പ്രോസ്പെക്ടസാണ് ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. ദെൻ വാട്ട് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫോം ഇൻ ദി കണ്ടക്സ്റ്റ് ഓഫ് എ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് ഇഷ്യൂവിൽ ഷെയർ വാങ്ങാൻ വേണ്ടി ആളുകൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോമിനെയാണ്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫോമിനെയാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ഫോർ എ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മെത്തേഡ് ഏതാണ്? ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാം, ഫിസിക്കൽ സബ്മിഷൻ കൊടുക്കാം, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴി, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഷെയറുകൾ വാങ്ങാം അല്ലേ. അപ്പോൾ അതെല്ലാം പബ്ലിക് ഇഷ്യൂവിൻ്റെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. വാട്ട് ഈസ് ദി റോൾ ഓഫ് ബാങ്കർ ഇൻ ദി പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൽ ബാങ്കർ ടു ദി ഇഷ്യൂവിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ടു അസിസ്റ്റ് ഇൻ ദി ഇഷ്യൂവൻസ് പ്രോസസ് ആൻഡ് കളക്ട് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യുക, ഷെയറുകൾ ബാങ്ക് വഴി ഇഷ്യൂ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാങ്കർ ടു ദി ഇഷ്യൂ ആണ് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ മിനിമം ബിഡ് ലോട്ട്. ഒരു പബ്ലിക് ഇഷ്യൂവിൽ മിനിമം ബിഡ് ലോട്ട്, അതായത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ മിനിമം ബിഡ് ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഷെയർസ് യു ക്യാൻ അപ്ലൈ ഫോർ. അതായത് നമുക്ക് എത്ര ഷെയറുകളാണ് നമുക്ക് മിനിമം ബിഡ് ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഷെയർ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനി ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 100 ഷെയറെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 200 ഷെയറെങ്കിലും അപ്ലൈ ചെയ്യണം. എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബിഡ് ലോട്ട് അതാണ്. അതായത് 100 പറഞ്ഞിരിക്കുന്നതെങ്കിൽ 100 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എണ്ണം ഷെയറുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. എങ്കിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. വാട്ട് ഡസ് ആസ്ബ സ്റ്റാൻഡ്സ് ഫോർ. ആസ്ബ നമ്മൾ ആദ്യം കണ്ടതാണ്, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നുള്ളതാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ASBA. ആസ്ബയുടെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു ബ്ലോക്ക് ഫണ്ട്സ് ഇൻ ദി ആപ്ലിക്കൻസ് അക്കൗണ്ട് ഫോർ IPO പർച്ചേസ്. നമ്മൾ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ മണി ബാങ്കിൽ ഉണ്ടായിരിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ മണി ബാങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആസ്ബ അക്കൗണ്ട് ഉപയോഗിക്കുക. ആസ്ബ ഈസ് പ്രൈമറി യൂസ് ഫോർ വിച്ച് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? പബ്ലിക് ഓഫറിംഗിലാണ് അല്ലേ. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ നടത്തുമ്പോഴാണ് ഈ ആസ്ബ ഉപയോഗിക്കുന്നത്.
ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക് ഇൻ ദി ആസ്ബ പ്രോസസ്? ആസ്ബ പ്രോസസ്സിൽ ബാങ്കിൻ്റെ റോൾ എന്താണ്? ടു ബ്ലോക്ക് ദ ആപ്ലിക്കേഷൻ എമൗണ്ട് ഇൻ ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലേ. ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്ത ആളുടെ അക്കൗണ്ടിൽ ഷെയറിൻ്റെ ഇഷ്യൂ നടക്കുന്നവരെ ആപ്ലിക്കേഷൻ മണി ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ റോൾ എന്ന് പറയുന്നത്. സെക്ഷൻ ബി നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ഫോർ എ പബ്ലിക് ഇഷ്യൂ? പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ഷെയറിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. ഫിസിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ ത്രൂ ബ്രോക്കർ ഓർ വയ നമുക്ക് മൊബൈൽ ആപ്പ് വഴിയൊക്കെ ഇത് നടത്താം. ഡയറക്റ്റ് പർച്ചേസ്, കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അതായത് കമ്പനിയിൽ നിന്ന് നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബ്രോക്കർ വഴിയാണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയും ആപ്ലിക്കേഷൻ ത്രൂ ബാങ്ക്, ഇതൊക്കെയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ടു അപ്ലൈ ഫോർ എ പബ്ലിക് ഇഷ്യൂ? പബ്ലിക് ഇഷ്യൂവിൻ്റെ ഉള്ള റിക്വയർമെൻറ്റ് അല്ലാത്ത ഏതാണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ആൻ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കമ്പനി, നമ്മൾ നിലവിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പുതിയൊരു ഇൻവെസ്റ്റർക്കും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ വാങ്ങുന്ന ആൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് ആസ്ബ? ആസ്ബയുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള കാര്യം എന്താണ്? ഇറ്റ് എൻഷേഴ്സ് ദാറ്റ് ആപ്ലിക്കേഷൻ എമൗണ്ട് ഈസ് ബ്ലോക്ക്ഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട് അണ്ടിൽ ദ IPO ഷെയർസ് ആർ അലോട്ടഡ്. ഷെയർ അലോട്ട് ചെയ്യുന്നത് വരെ ആപ്ലിക്കേഷൻ മണി ബാങ്ക് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് വരുന്നത് ആസ്ബ വഴിയാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ ഫണ്ട്സ് ആർ ബ്ലോക്ക്ഡ് ഇൻ ആസ്ബ ആപ്ലിക്കേഷൻ? ആസ്ബ ആപ്ലിക്കേഷനിൽ എത്ര കാലം വരെയാണ് ഷെയർ ഇങ്ങനെ ഈ ഒരു ഷെയർ പ്രൈസ് ഇങ്ങനെ ആപ്ലിക്കേഷൻ മണി ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക? അണ്ടിൽ ദ ഷെയർസ് ആർ അലോട്ടഡ് അല്ലേ. ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ്, അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വരെ ആപ്ലിക്കേഷൻ മണി ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. ദെൻ ഹൂ ക്യാൻ അപ്ലൈ ഫോർ IPO യൂസിങ് ആസ്ബ ഫെസിലിറ്റി? ആസ്ബ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് IPOയ്ക്ക് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക? എനി ഇൻവെസ്റ്റർ വിത്ത് എ ബാങ്ക് അക്കൗണ്ട് ഓഫറിങ് ആസ്ബ അല്ലേ. ആസ്ബ ഫെസിലിറ്റി ഓഫർ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുള്ള ആർക്കും, ഏതൊരു ഇൻവെസ്റ്റർക്കും ഈ ആസ്ബ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് IPOന് ആപ്ലിക്കേഷൻ കൊടുക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ആസ്ബ? ആസ്ബ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലാത്തതാണ് ഗ്യാരണ്ടി ഷെയർ അലോട്ട്മെൻറ്റ്. ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ ആസ്ബ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ഷെയർ വാങ്ങാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നില്ല അല്ലേ. അങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല. ആസ്ബ വഴി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ആസ്ബയുടെ ബെനിഫിറ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു നീഡ് ഡിമാറ്റ് അക്കൗണ്ട് ടു അപ്ലൈ ഫോർ എ പബ്ലിക് ഇഷ്യൂ യൂസിങ് ആസ്ബ? ആസ്ബ വഴി നമ്മൾ ഷെയറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം ഏതെങ്കിലും ഒരു അംഗീകൃത ബ്രോക്കർ വഴി. ഡിമാറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ഹോൾഡ് ദ ഷെയർസ് അലോട്ടഡ് ടു യു. നമുക്ക് ഷെയർ അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ ഷെയറുകൾ അലോട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ശരിയാണ്, ആവശ്യമാണ്. രണ്ട് കാര്യങ്ങളും ശരിയാണ്. ദെൻ ദ ആപ്ലിക്കേഷൻ മണി ഇൻ ആസ്ബ റിമെയിൻസ് ബ്ലോക്ക്ഡ് ഇൻ യുവർ അക്കൗണ്ട് അണ്ടിൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് നടക്കുന്നവരെ ആപ്ലിക്കേഷൻ മണി ആസ്ബ അക്കൗണ്ടിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. ശരിയാണ്. ദ ഇൻഷുറൻസ് ദാറ്റ് ദ ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ ട്രാൻസ്ഫർ ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമുക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മണി കമ്പനിക്ക് ലഭിക്കണം അല്ലേ, കമ്പനിയിലേക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നവരെ ഈ എമൗണ്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് നമ്മൾ പിൻവലിക്കാതെ. അപ്പോൾ അതിനുവേണ്ടിയാണ് ആസ്ബ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ബോത്ത് ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ. സെക്കൻഡറി മാർക്കറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്വസ്റ്റിനൊക്കെ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഫ്രണ്ട്സിനായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.